ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അൺബോക്സിങ് പരിപാടിയിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ നൈക്ക ബോക്സ്. ഇറ്റ്സ് ഓൾറെഡി അൺബോക്സ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു രണ്ടാഴ്ച മുന്നെയാണ് ഇത് വന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ പൊട്ടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം നമുക്ക് എല്ലാ പ്രൊഡക്ട്സിനെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ റിട്ടേൺ അടിക്കേണ്ട ഒരു ഇതുണ്ടായിട്ട് പൊട്ടിച്ച് എല്ലാ അപ്പത്തിന് ഞാൻ നോക്കിയിരുന്നു. പിന്നെ 2-3 പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നോക്കിയിരുന്നു. പിന്നെ പക്ഷേ അതെല്ലാം തിരിച്ച് പെട്ടിക്കാൻ തന്നെ ആക്കിയിട്ടുണ്ട്. ചിലതൊന്നും ബോക്സ് ഇല്ല, ചിലത് എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ബോക്സ് മാറ്റി വെച്ചില്ലെങ്കിൽ അത് കപ്പടി വെച്ചളഞ്ഞു. സോ നമ്മൾ അൺബോക്സിംഗിലേക്ക് കിടക്കും. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടത്തില്ല, മടിയാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഫോൺ തോണ്ടിയിരിക്കാൻ പോകില്ലേ, എനിക്ക് അതൊക്കെ തന്നെയാണ് തോന്നാറുള്ളത്. പിന്നെ ഇങ്ങനെ ആലോചിക്കും വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണം, അതൊക്കെ പിന്നെ ടാസ്ക്കാണ്. എന്നാലും ഞാൻ ശ്രമിക്കണം. സോ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഒരു ബ്ലഷ് പാലറ്റ് ആണ്. ഇത് മാർസിന്റെ ഫാന്റസി ഫേസ് പാലറ്റ് ആണ്. അപ്പൊ എനിക്ക് വന്നിട്ട് ഒരു ഡസ്കി സ്കിൻ കണ്ടു, നല്ല ഡ്രൈയും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് എല്ലാം എന്റെ ഫേസിലുണ്ട്. എന്തൊക്കെ ചെയ്തിട്ട് ഇതൊന്നും എന്റെ ഫേസിൽ പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഡ്രൈ സ്കിന്നും കൂടെ ആയതുകൊണ്ട് ഞാൻ എന്ത് ബ്ലഷ് ഒക്കെ ഇട്ട് ഒരു പൗഡർ ഇട്ട പോലെ നമുക്ക് എടുത്തറിയും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് കണ്ടുനോക്കിയാണ് ഈ വട്ടം സാധനം മനസ്സിന് കുറേ നല്ലത് വിശ്വസിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതും മനസ്സിന് കുറേ സാധനങ്ങൾ ലിപ്സ്റ്റിക് അതുപോലെ തന്നെ മറ്റേ ഐ ഷാഡോ എല്ലാം ഞാൻ മാർസിന്റെ തന്നെയാണ് വാങ്ങിച്ചതാണ്. ബിക്കോസ് ഇതിന് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാം നല്ല റിവ്യൂ ആയിരുന്നു. 4.4 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സ്കിൻ ടോണിനും കൂടെ മാച്ച് ആയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തപ്പി ഒക്കെയാണ് ഇതെടുത്തത്. ഇത് വന്നിട്ട് ഭയങ്കര നൈസ് എന്നുവെച്ചാൽ നമ്മൾ ഇടുമ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും ഇടുമ്പോൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് എനിക്കും അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. ഇട്ട് കിട്ടാനേ എന്നിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതുവരെ 2 ആഴ്ച അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴെല്ലാം ഞാൻ ബാക്കിലുമ്പോഴൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇടുമ്പോൾ അറിയത്തില്ല, ഇതിനെ കൂടെ കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ലൈറ്റിന് ചെറിയ കുഴപ്പമുണ്ടായിട്ട് അറിയത്തില്ല. പിന്നെ ഇട്ടിട്ട് ഒന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇടരുത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇട്ടു. അപ്പൊ ഇടുമ്പോ നമുക്കുണ്ടല്ലോ ഒന്നും തോന്നില്ല, ഒന്നും ഇട്ടിട്ടില്ലാതെ പോലെ തോന്നും. അങ്ങനെ ഞാൻ ഒരു 2-3 കോട്ടൺ അടിച്ചു. ഇത് അടിച്ചിട്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് സൺലൈറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. ഇത് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് കളർ വരുന്നത്. അങ്ങനെ ചെറിയൊരു പണി എനിക്ക് കിട്ടി. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാനും പറ്റുന്ന തുടച്ചിട്ട് പോകുന്നില്ല, ചെറുതായിട്ട് അറിയില്ലേ അങ്ങനെ സംഭവം. പിന്നെ ഇതിനകത്ത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംബന്ധിച്ച് ഇതിനകത്തുണ്ടല്ലോ ഒരു ഹൈലൈറ്ററും കൂടി വരുന്നുണ്ട്. 2 ഹൈലൈറ്ററും കൂടി വരുന്നുണ്ട്. ഇത് നല്ലതാണ്. ഇത് നല്ലതാണ്. ഈ ബ്രോൺസിന്റെ എനിക്ക് അത്രയ്ക്ക് കൂടെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരുമാതിരി തോന്നി. ഞാൻ ഇട്ടതിന്റെ കുഴപ്പമൊന്നും അറിയത്തില്ല. ബട്ട് ഈ സിൽവർ പോലത്തെ ഈ ഗോൾഡ് ആൻഡ് സിൽവർ ഇത് രസമുണ്ടായിരുന്നേ, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്താ കോമ്പറാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ ആകെ ഈ ഒരു ഷെയ്ഡ് മാത്രം ഞാൻ ബ്ലഷ് ആയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു 9 കൊടുക്കും. ബിക്കോസ് ഇറ്റ് വർത്ത്. അറിയില്ല, ഇതെനിക്കൊരു 399 ആണ് എനിക്ക് തോന്നുന്നു. എത്ര ഡിസ്കൗണ്ട് ഉണ്ട്? ഐ തിങ്ക് സോ ഉണ്ടായിരിക്കും. മാർച്ചിനാണ് ഒരുപാട് അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത്രയൊന്നുമില്ല. നൈക്കയില് ഞാൻ ആദ്യമായിട്ടാണ് നൈക്കയിൽ പർച്ചേസ് ചെയ്യുന്നത്. സോ എനിക്ക് ഡെലിവറി ചാർജ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാണാൻ കിട്ടിയത്. എന്നാലും നല്ല റേറ്റ് ആയിരുന്നേ. പിന്നെ വന്നിട്ട് മാർസിന്റെ തന്നെ ഒരു സെറ്റിംഗ് പൗഡറാണ് ഇത്. ഞാൻ അശ്വതി ഇങ്ങനെയാണ് യൂട്യൂബ് ചാനൽ പേര്. സോ ചേച്ചിയുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ചേച്ചി അത്യാവശ്യം എല്ലാ വീഡിയോസിലും ഞാൻ ഇത് കാണാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹം ഇത് വാങ്ങിച്ചാൽ കൊള്ളാമായിരിക്കും. നല്ല റിവ്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കി ഇത് കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. നല്ല ഒരു എന്താ പറയാ, ഒരു ഫിനിഷിംഗ് തരും. എന്റെ സ്കിൻ വന്നിട്ട് ഇപ്പൊ ഞാൻ സൺസ്ക്രീൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്കിൽ എണ്ണയെ കുളിച്ച് വന്ന് നിൽക്കുന്ന പോലെയാണ്. പിന്നെ പൗഡർ ഇട്ടാലും മുഖത്തില്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് അത് വിയർഡ് ലുക്കാണ് എനിക്ക്. ബട്ട് ഇത് വന്നിട്ട് അതങ്ങ് കവറപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കിട്ടും. ഒരുപാടായിട്ടുണ്ട്. ഞാൻ രാവിലെ ധൃതി പിടിച്ച് ഇതിന്റെ ഉള്ളിൽ സ്പഞ്ച് വരുന്നുണ്ട്, കണ്ടപ്പോൾ മഞ്ഞിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഇതിന് പുറമെ ഒരു ചെറിയ ടിൻ പോലെ സംഭവം ഉണ്ട്. അത് നീക്കിയിട്ട് ഞാൻ ഇതിന്റെ അകത്തെടുത്ത് ഈ സ്പഞ്ച് ഇട്ടു. ഇപ്പൊ പൗഡർ മൊത്തം അത് പറ്റിയിരിക്കുന്നത്. അത് ഇത്ര ഒരുപാടങ്ങ് വന്നത് ഒന്ന് കാട്ടിൽ എനിക്കറിയാം. ലൈറ്റിന് ചെറിയ ലൈറ്റ് വാങ്ങിച്ചതിന് ശേഷം ഇതൊന്നും കൂടി ഇടാമെന്ന് വിചാരിക്കുന്നു, ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് സമയം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് വന്നിട്ട് അത് അങ്ങനെയാണ്, നല്ലൊരു സെറ്റിംഗ് പൗഡറാണ്. എന്റെ സ്കിൻ ടോണിന് പറ്റിയ ഇത് തന്നെയായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, ഞാൻ ലൂസ് പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ലൂസ് പൗഡർ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ഇങ്ങനെ ഓരോ മേക്കപ്പ് വീഡിയോസിലായാലും പിന്നെ കടയിലൊക്കെ പോയാലും. ഇപ്പം എല്ലായിടത്തും ഞാൻ കേൾക്കുന്നത് പൊതുവെ കേട്ട് ഞാൻ വന്നൊരു കാര്യമാണ് ഈ ലൂസ് പൗഡർ എന്നുള്ളത്. അപ്പൊ ഞാൻ പൗഡർ തമ്മിൽ എന്താ വ്യത്യാസമൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് പൗഡർ ഇടുമ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൗഡർ ഇട്ട് എന്താ അറിയാൻ പറ്റും. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അറിയത്തില്ല നമ്മൾ പൗഡർ ഇട്ടണമെന്ന്. നമുക്ക് മനസ്സിലായി സാധാരണ നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അതേപോലെ നോർമൽ സ്കിന്നായിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഗ്ലോ കിട്ടും, നല്ല ഗ്ലോ കിട്ടും. അതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ.
ഇത് 10 കൊടുക്കും ബിക്കോസ് ഐ ലവ് ഇറ്റ്. പിന്നെ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങണം. ഇത് ഇവിടെ ബനാന എന്നാണ് കൊടുത്തത്. ബനാന പൗഡർ ഇത് എനിക്കറിയണ്ട. ഷെയ്ഡൊന്നും എനിക്ക് അങ്ങോട്ട് ഞാൻ തപ്പിയെടുക്കാം. മീഡിയത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറേ ഷെയ്ഡ് കാണിക്കുമല്ലോ. നാച്ചുറൽ മീഡിയം അങ്ങനെ എന്തോ സംഭവമാണിത്. അപ്പോൾ ഞാൻ പിന്നിട്ടാണേ. പിന്നെ അതിൻ്റെ കാണിച്ചു. പിന്നെ വന്നിട്ട് എന്താ പറയുന്നു, ഇതാണ് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ് ഗൈസ്. ബിക്കോസ് ഐ ലവ് ഡൂയിങ് ഐ മേക്കപ്പ്. ഞാനിപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇങ്ങനെ ഒരുപാട് ഐ മേക്കപ്പ് ഇങ്ങനെ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു ഐ മേക്കപ്പ് ചെയ്തിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അതുപോലെ എനിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എനിക്ക് ഒരുപാട് കളർ, ഒരുപാട് ഡാർക്ക് കളർ, വൈലറ്റ്, റെഡ് അങ്ങനത്തെ കളറൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബട്ട് ഈ ഗ്ലിറ്റേഴ്സ് ഒക്കെ കണ്ട ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംപോലെ നല്ല ഷെയ്ഡുണ്ട്, നല്ല നാച്ചുറൽ ഫിനിഷ് ചെയ്യുന്ന നല്ല ഷെയ്ഡുണ്ട്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഇടുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ലുക്ക് തന്നെ മാറും. ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാമായിരുന്നു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് കൂടി എനിക്കറിയില്ല. ഇനി വീണ്ടും ഞാൻ തന്നെ ഇത് കാണുമ്പോഴായിരിക്കും ഒന്നും ഇല്ലാന്ന് മനസ്സിലാവും. സോ ഇതെടുക്കാതെ കുറച്ചെടുത്ത് ഇടുമ്പോ തന്നെ അവിടെ ഒരു നല്ല രസമാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇപ്പൊ ഐ മേക്കപ്പ് ഒന്ന് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് കൂടി ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒരു യൂസ് ആയില്ല. നമ്മൾ ഡബിൾ ഷെയ്ഡ് ഒക്കെ കാണുമല്ലോ, നല്ലൊരു ഡ്യൂയി ഫിനിഷ് ഒക്കെ തരുന്ന ഒരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐസിൽ കൂടെ ഒരു ഫിനിഷിംഗ് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ബെറ്റർ ഐഷാഡോ പാലറ്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. 9.5 ഞാൻ കൊടുക്കും. കാരണം ഇത് ഒരുപാടൊന്നും ഇല്ല. ആൻഡ് ഇറ്റ് ഇസ് കോസ്റ്റ്ലി ഗൈസ്. എനിക്കത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നിയത്. 399 തന്നെയായിരുന്നു. ഇതിനൊരു വിലക്കുറവുകളൊന്നും എനിക്ക് കാണില്ല, ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് കൊള്ളാം. ഈ റേറ്റിന് ഒരു ഇച്ചിരിയും കൂടി കളർക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഒരുപാടായാലും അധികമായാലും അമൃതം വിഷയം പറയട്ടെ. സോ ഇത് വന്നിട്ട് മാറ്റ് ലുക്കിന്റെ സൾട്രി ഐസ് എന്നാണ് എൻ്റെ പേര്. സൾട്രി ഐസ് നൈക്കിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ കൊടുക്കാം. ലിങ്ക് ഉണ്ടോ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ, കൊടുക്കാം. ഇത് വന്നിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇൻസൈറ്റിന്റെ ഗ്ലോസ് അപ്പ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ പ്രത്യേകം ഇടാം. ബിക്കോസ് എനിക്കത് ചെയ്തിടണോ എന്നുണ്ട്. കാരണം ഇത് അത്ര അടിപൊളിയാണ്. ഇത് ഒരു എന്താ പറയുന്നത്, ഇപ്പം സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഇടണമെങ്കിൽ തന്നെ ഞാൻ ഒരു 10-20 കോട്ട് ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആണ്. അതിലൂടെ ചില ലിപ്സ്റ്റിക് നല്ല ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടെ ഒരു മാറ്റ് ഫിനിഷ് നൽകുന്ന ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടെ ഞാൻ ലിപ് ബാം ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ എന്റെ ചുണ്ട് വീണ്ടും കീറാൻ തുടങ്ങും. സോ അതിൽ അങ്ങനെ ഇടുമ്പോഴാണ് ഞാൻ ഇത് കണ്ടു വാങ്ങിച്ചത്. പക്ഷെ ഞാൻ ഈ ഷെയ്ഡ് അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. എങ്ങനെ ഞാൻ ഈ ഷെയ്ഡിൽ എത്തിപ്പെട്ടു. എനിക്ക് തോന്നുന്നു അന്ന് ഇത് ആ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ, കാരണം ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. നൈക്കിയിൽ അങ്ങനെ ഇതില്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച ഷെയ്ഡ് നൈക്കിലില്ലായിരുന്നു. ഒരു 3-4 വട്ടം ഞാൻ നോക്കി. എനിക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിക്കുന്നതായിട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ അതിന് ഒള്ളി 199. 199 ഇത് നല്ലതാണ്. അപ്പം ഞാൻ ഇതിന്റെ റിവ്യൂ ഞാൻ അല്ലാണ്ട് ഷോർട്സിൽ ഇട്ടേക്കാം. എനിക്കിത് അങ്ങനെ ഇടും. പ്രൈസ് ഇത് അത്രയും നല്ല ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഇട്ട് കാണിക്കാമേ. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. എനിക്കിത് തുടച്ചു മാറ്റാൻ എനിക്ക് പറ്റില്ല. ടയേർഡ്. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലും കൂടുതൽ സാധനം കാണിച്ചു. ബട്ട് ഇതിപ്പം ഒന്നുമില്ല. ഞാൻ ആകെ 1, 2, 3, 4, 5 പ്രോഡക്ട്സ് കാണിച്ചുള്ളൂ. ബട്ട് ഞാൻ ഇതിൽ കൂടുതൽ എന്തൊക്കെയോ വാങ്ങിച്ചായിരുന്നു. ഇത് വന്നിട്ട് ഹൈഫന്റെ സീറമാണ്. ഇത് ഞാൻ നയിക്കാൻ വാങ്ങിച്ചതാണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഇടാം. ബിക്കോസ് ഞാൻ യൂസ് ചെയ്തിട്ട് ഏതാണ്ട് 3 ദിവസം എന്തോ ആവുന്നുള്ളൂ. 3 ദിവസം കൊണ്ട് റിസൾട്ട് ഒന്നും അറിയാൻ വന്നത്. ഈ കുപ്പി തീരുമ്പോൾ ഞാൻ റിസൾട്ട് ഇടാം. ഇത് വന്നിട്ട് ഡബിൾ ഷോട്ട് റേഡിയൻസ് ലെഫ്റ്റ് സിറം ആണ്. അതിനകത്ത് 11% മാറ്റോലിൻ ഉണ്ട്, 5% നയസിനമൈഡ് ഉണ്ട്, 2% പോളിഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്, സിക്കാസ്റ്റംസിൽ ഉണ്ട്, 20% റോഷ്പോയ് ഉണ്ട്, പ്ലസ് നമുക്കറിയാം കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ് എന്ന് വേണ്ടിയിട്ടുണ്ട്. ഇത് എനിക്കറിയില്ല. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയി ഓർഡർ ചെയ്യുന്നത്. നല്ല ഗ്ലോ കിട്ടും, പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സിറം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. എനിക്ക് ആക്ച്വലി സിറം ഒന്നും ഇട്ട് അങ്ങനെ യൂസ്ഫുൾ ആയിട്ടില്ല. പിന്നെ പിഗ്മെന്റേഷൻ പോയാൽ എനിക്ക് അത്യാവശ്യം എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയ ഒരേ ഒരു സിറം മിനിമലിസ്റ്റിന്റെ ആയിരുന്നു. മിനിമലിസ്റ്റിന്റെ വൈറ്റമിൻ സി സിറം. ആക്ച്വലി ദാറ്റ് വാസ് സോ ബെനിഫിഷ്യൽ ഫോർ മീ. എനിക്ക് നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് എന്റെ ഫേസിൽ സൺടാൻ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സൈഡിലും പിന്നെ എനിക്ക് മുഖത്ത് ഇങ്ങനെ ടാൻ എടുത്തറിയാം. കാരണം മൂക്കിൽ ടാൻ അടിക്കില്ല, മൂക്ക് മാത്രം ഇങ്ങനെ വെളുത്തിട്ട് ബാക്കിയില്ല കറുത്തിരിക്കും. അപ്പൊ അറിയാലോ സൺടാൻ അടിച്ചതാണ്.
അങ്ങനെ ഞാൻ ഇൻവെസ്റ്റിന്റെ സെറം യൂസ് ആക്കി നോക്കി, വൈറ്റമിൻ സി സെറം യൂസ് ആക്കി നോക്കി. അത് 2 ബോട്ടിൽസോളം ഞാൻ വാങ്ങിച്ച് ഫിനിഷ് ചെയ്തതാണ്. ആൻഡ് അന്ന് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടില്ല, അന്ന് എനിക്ക് റിവ്യൂ ഇടാനൊന്നും അറിയത്തില്ലേ. സോ അതിനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. ഓക്കെ, എനിവേ ഇതാണ് ഹൈഫന്റെ സെറം ഞാൻ യൂസ് ചെയ്തത്. ഇതിന്റെ റിവ്യൂ ഇടാം. സോ നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഫോക്സ്റ്റെയിലിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ ഒരുപാട് ഉപയോഗിച്ചു. ഫോക്സ്റ്റെയിൽ അത്യാവശ്യം എല്ലാ മോയ്സ്ചറൈസറും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് വൺ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ടും ഇതിന്റെ വില കാരണം ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ബിക്കോസ് ഇത് കോസ്റ്റ്ലി ആണ് ഗൈസ്. ഇതിന് 50 ml വന്നിട്ട് 445 rupees ആണ്. ഒരു ഡിസ്കൗണ്ടും ഇല്ല. ഇതിന്റെ വില ഒരു കാലത്തും കുറയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും വില കൂടിയ വിലയാണെങ്കിൽ എന്തെങ്കിലും കാണുമല്ലോ. സോ അങ്ങനെ ഓർഡർ ആക്കിയതാണ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ ഇത് രാത്രിയിൽ ഉപയോഗിക്കും, രാവിലെ ഉപയോഗിക്കും. പിന്നെ എനിക്ക് മോയ്സ്ചറൈസർ ചിലർക്കുള്ളതെന്ന് എനിക്കറിയത്തില്ല. മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അതാണെങ്കിൽ വൃത്തികേടായിട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം നമുക്ക് മുഖത്തിടാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കഴുകി കളയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇടുന്ന അവസാനം ഒന്നും ഇടാൻ പറ്റാണ്ട് ഞാൻ കൊണ്ട് കഴുകിക്കളയും. എന്റെ മുഖത്തൊന്നും പിടിക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇത് വാങ്ങിച്ചത്. ഇതിന് മുന്നേ ഞാൻ ഫോക്സ്റ്റെയിലിന് തന്നെ ഒരു ഫോക്സ്റ്റെയിലിന് തന്നെ ഒരു ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടില്ല, ഇതിനകത്ത് ഇനിയുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓവറായിട്ട് പിഗ്മെന്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്റെ സ്കിൻ കളറിൽ മാറിയിട്ട് ഞാൻ വേറെ ഒരു ഷെയ്ഡ് താഴോട്ട് പോകുന്നു. അപ്പം എനിക്ക് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കുറച്ചും കൂടെ ഡൾ ആയതുപോലെ എന്റെ ഫേസ് ഫുള്ള് ഡള്ളായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. അങ്ങനെ വന്നിട്ട് ഞാൻ അത് യൂസ് ആക്കുന്നത് നടത്തിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. അത് എത്ര പേർ കൊണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയായിരുന്നു. ഇത് വന്നിട്ട് ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. ഇൻ ദ ലൈം ലൈറ്റ് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. 50 ml ആണ്. ഇതിനകത്ത് വൈറ്റമിൻ സി പ്ലസ് നിയാസിനമൈഡ് എക്സ്പീരിയൻസ് ഉണ്ട്. വിസിബിളി റെഡ്യൂസസ് പിഗ്മെന്റേഷൻ, എൻഹാൻസസ് സ്കിൻ റേഡിയൻസ് ഇൻസ്റ്റന്റ്ലി. സത്യമാണ്, ഇതിട്ട് കഴിയുമ്പോൾ മുഖത്തൊരു ഗ്ലോ കിട്ടും. എനിക്ക് കിട്ടി. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു 2 to 3 minutes ഞാൻ ഇങ്ങനെ ഫാൻ്റെ കീഴിൽ നിൽക്കും. എന്നിട്ടാണ് ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നൈസ്. പിന്നെ ഡ്രൈ സ്കിന്നിന് ഞാൻ നല്ലോണം സജസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് എല്ലാ സ്കിൻ ടൈപ്പിനും എടുക്കുന്നത് എനിക്ക് സാധാരണ എല്ലാ സ്കിൻ ടൈപ്പിനും എഴുതിയാലും ചിലതൊക്കെ ഡ്രൈ സ്കിന്നിനും ചൂട്ടാറില്ല, പിന്നെ ഓയിലി സ്കിന്നിനും ചൂട്ടാറില്ല. അപ്പം എൻ്റെ വന്നിട്ട് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് നല്ലോണം പോയി. ഇതെനിക്ക് ഇഷ്ടപ്പെടും. ഇത് ഞാൻ 9 കൊടുക്കും, റേറ്റിംഗ് 9. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇത് വന്നിട്ട്. ഇടാമേ ഇതിപ്പോ തന്നെ ഇട്ട് കാണിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട, ശരിയാവില്ല, പിന്നീടാ. വേറൊന്നുമില്ല. വേറെ എന്തോ ഉണ്ട്, ഞാൻ മറന്നുപോയി. കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി എന്തോ എടുക്കാനുള്ളതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. നെയിൽ പോളിഷോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഇതിന്റെ കൂടെ. പിന്നെ എനിക്ക് വൈപ്സ് ഒക്കെ കിട്ടി ഫ്രീ ആയിട്ട്, അതൊന്നും ഇവിടെ കാണുന്നില്ല. സോ ഇനി എന്തെങ്കിലും അൺബോക്സ് ഇപ്പോഴെങ്കിലും ഒരു അൺബോക്സിംഗ് കൂടെ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം പൈസ തരുന്നു. ഈ പൈസ കിട്ടുമ്പോൾ ഞാൻ അടുത്ത അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.